അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് 2010 മോഡല് ടൈപ്പ് 4 ആക്കിയ ഇന്റർകൂൾ ഇഞ്ചിൻ ഇല്ല ഇന്നോവയും കൊണ്ടാണ് നമ്മൾ സെയിലിന് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പുതിയ പെയിന്റ് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ക്വാളിറ്റിയുള്ള പെയിന്റ് തന്നെ ഫുള്ള് നമ്മൾ ചെയ്താണ്, ഗ്രേ കളർ. അതുപോലെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വലുതായിട്ട് വണ്ടിക്കില്ല. 2010 അപേക്ഷിച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ, ഓരോ സൈഡ് വീഡിയോ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ പരമാവധി വിളിക്കാൻ ശ്രമിക്കട്ടോ. ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. റൈറ്റ് സൈഡിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അലവിയിൽ വീൻ്റെ അലവിയിൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടയർ ഒരു 90% 4 ടയറും കുഴപ്പമില്ലാത്ത ടയർ തന്നെ ഉണ്ട് കേട്ടോ. അത് റൈറ്റ് സൈഡിൽ ഫ്രണ്ട് മറുകാട് ക്വാർട്ടർ ഗ്ലാസ് ആണ് 2010. അതുപോലെ ഇത് ഡോർ ഗ്ലാസ് ഒക്കെ കറക്റ്റ് ഗ്ലാസ് തന്നെയാണ് കമ്പനി വന്നിട്ടുള്ളത്. വലുതായിട്ട് അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഇതുവരെ പോസ്റ്റ് പണിയെടുക്കുക അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. ഇത് റൈറ്റ് സൈഡിൽ ബാക്ക് ഡോറാണ് വരുന്നത്. ഒറിജിനൽ ഡോർ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ബാക്ക് ഗ്ലാസ് ആണ് ഇത് വരുന്നത്. ടയർ പറഞ്ഞതുപോലെ 4 ടയറും 90% തന്നെ ടയർ നിലവിലുണ്ട്. നമ്മൾ ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് അങ്ങനെ പൊട്ടിയിട്ടൊന്നും വല്ല പണിയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 2010 ലെഫ്റ്റ് സൈഡിൽ ക്വാർട്ടർ ഗ്ലാസ് ആണ്. ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെ ഗ്ലാസ്സാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഡോറ് നിലവിൽ ഒറിജിനൽ ഡോർ തന്നെയാണ് ഇതിന്. അതുപോലെ ഈ പോസ്റ്റ് കാര്യങ്ങളൊന്നും വലുതായിട്ട് പണിയൊന്നും ചെയ്തില്ല കേട്ടോ. ഇത് ലെഫ്റ്റ് സൈഡിൽ ബാക്കിലെ ഡോറ്. ഇത് ലെഫ്റ്റ് സൈഡിൽ ബാക്ക് മറുകാട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയലും കൂടെ ഒന്ന് കാണാം. ഡാഷും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും വണ്ടി ഉള്ളത് നിലവിൽ സ്ക്രീൻ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് കവറ് നമ്മൾ പുതിയ ചെയ്യിച്ചാണ്. വണ്ടി വരുന്നത് 7 സീറ്ററാണ് ഈ വണ്ടി വരുന്നത്. ടോപ്പൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഇപ്പോഴും വണ്ടി ഉള്ളത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി ആയതുകൊണ്ടാണ്. അതുപോലെ ഞാൻ പറഞ്ഞ മാതിരി സിംഗിൾ ഓണറിലാണ് വണ്ടി ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ NOC എടുത്തിട്ട് വരുമ്പോൾ 2ാമത്തെ ഓണറേ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വണ്ടിയിലും കാണാനുണ്ട്. ഈ വാഹനത്തിൻ്റെ എൻജിൻ നോക്കുകയാണെങ്കിൽ വലുതായിട്ട് ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല കേട്ടോ. 2010 വണ്ടിയാണെന്നുള്ളൊരു കാഴ്ചയിൽ നമുക്കങ്ങനെ ഒരു തോന്നില്ല. അതുപോലെ ആമറോണിൻ്റെ പുതിയ ബാറ്ററി നമ്മൾ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ ആമറോണാണിത്. അങ്ങനെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ വണ്ടിക്ക് വന്നിട്ടില്ല. 2010 ഇന്റർകൂൾ ഇഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നുള്ളത്. ഈ എൻജിൻ ഓടിയിട്ടുള്ളത് 1,85,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. എൻജിനിപ്പം നല്ല കണ്ടീഷനിൽ തന്നെയാണ് നിലവിൽ ഉള്ളത് കേട്ടോ. അതുപോലെ ബമ്പർ നമ്മൾ മാറ്റിയതാണ് ടൈപ്പ് 4 ആക്കാൻ വേണ്ടി. ബോണറ്റും നമ്മളിവിടെ വന്നിട്ട് മാറ്റിയിട്ട് ടൈപ്പ് 4 ആക്കിയതാണ് വണ്ടി. അതുപോലെ നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലെ ഡിക്കിൻ്റെ ഗ്ലാസ് മാറ്റിയതായിട്ട് ഇതിന് കാണുന്നുണ്ട്. കിടക്കുന്നത് വി ഓപ്ഷൻ്റെ ഗ്ലാസ്സാണ്. ഡിക്കൊന്നും മാറ്റിയതായിട്ട് കാണുന്നില്ല.
അപ്പൊ നമ്മളെ ഈ 2010 വണ്ടി G4 വണ്ടി പിന്നെ ഓടിയിട്ടുള്ളത് 1,56,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇന്റർകൂൾ ഇഞ്ചൻ വരുന്ന വണ്ടിയാണ്, ഞാൻ ഡീറ്റെയിലിൽ പറഞ്ഞു. അതുപോലെ നമുക്ക് NOC വിത്ത് വാഹനം കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ ആക്കിയിട്ടും കൊടുക്കുക. അപ്പൊ നമുക്ക് NOC അടക്കം ഈ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് പറഞ്ഞാൽ നമുക്കൊരു പിന്നെ 4,80,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇത് നമുക്ക് പാർട്ടിക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്, സിംഗിൾ ഓണറിൽ കിടക്കുന്ന വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴത്ത് നമ്മുടെ നമ്പർ കൊടുക്കുക, കോൺടാക്ട് നമ്പർ കൊടുക്കുക. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് വിളിക്കും. അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും.